ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാളയത്തുള്ള അണ്ടർപാസിലാണ്. നമ്മളിപ്പോൾ പോണത് കോഴിക്കോട് പാളയത്ത് തന്നെയുള്ള ഒരു മാർക്കറ്റുണ്ട്, ഓയാസിസ് മാർക്കറ്റ്. ഹോൾസെയിലും റീറ്റെയിലും കിട്ടുന്ന സാധനങ്ങൾ കിട്ടുന്ന ഒരു അടിപൊളി മാർക്കറ്റാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും പോയി നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കോഴിക്കോടങ്ങാടി പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. കാഴ്ചകളും വിശേഷങ്ങളും കണ്ടു നോക്കാം. നേരെ നമ്മുടെ കോഴിക്കോടങ്ങാടി. ഇതാണ് നമ്മുടെ കോഴിക്കോട് പാളയത്തുള്ള അണ്ടർപാസ്. ഇപ്പം നല്ല മനോഹരമായിട്ട് ചിത്രപ്പണിയൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് എപ്പോഴും ഓപ്പൺ അല്ല. ഇവിടെ സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്, ഇടയ്ക്ക് പോലീസുകാരൊക്കെ അവിടെ ഇരിക്കുന്നതാണ്. എപ്പോഴും ഇത് ഓപ്പൺ അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് അടച്ചിടും. എങ്കിലും നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ്. നമുക്ക് റോഡ് മുറിച്ച് കിടക്കാനായിട്ട് ഉപയോഗിക്കാം പാളയത്ത് വരുന്നവർക്ക്. ഇതിലൂടെ നമുക്ക് SM സ്ട്രീറ്റിലോട്ട് പോകണമെങ്കിലും അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോണ റോഡിൽ ലിങ്ക് റോഡിലോട്ടൊക്കെ കിടക്കണമെങ്കിൽ നമുക്ക് ഇതിൽ മുറിച്ച് കിടക്കാം. ഇതൊക്കെ SM സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് ഇതിലൂടെ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഒരു ഉള്ളിലോട്ട് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാലാണ് നമ്മുടെ ഓയാസിസ് മാർക്കറ്റിലോട്ട് കിടക്കാൻ പറ്റുക. അങ്ങനെ നമ്മൾ അവിടേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഫുള്ളായിട്ട് ഹോൾസെയിൽ കടകൾ, റീറ്റെയിൽ കടകളാണ്. അടുത്തടുത്ത് ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ഐറ്റംസും കിട്ടും. ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഇല്ലയെന്ന് തന്നെ വേണം പറയാം. ഇത് നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഹോൾസെയിൽ കടകളാണ്. പക്ഷേ നമുക്ക് റീറ്റെയിലായിട്ടും സാധനങ്ങൾ ലഭിക്കും. അത് നമുക്ക് കുറച്ച് നല്ല വില കുറച്ചാണ് സാധനങ്ങളൊക്കെ കിട്ടുക. ഞായറാഴ്ച ഈ മാർക്കറ്റ് പൊതുവേ അവധിയാണ്. പക്ഷേ ചില കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കും. പക്ഷേ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കടകൾ ചിലപ്പോൾ തുറന്നു എന്ന് വരില്ല. ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമുണ്ട്, 2 വീലേഴ്സൊക്കെ. പിന്നെ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ കടകളുണ്ട് കേട്ടോ. തയ്യൽ സാധനങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും ഫാൻസി സാധനങ്ങൾ, ബാഗുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, പേപ്പർ ഐറ്റംസ് എന്ന് വേണ്ട സകല സാധനങ്ങളും ഇവിടെ ഹോൾസെയിലായിട്ട് കിട്ടും. തൊട്ടടുത്ത് ഹോട്ടലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരേണ്ടവർക്കൊക്കെ നമുക്ക് പാളയത്ത് ബസ് ഇറങ്ങിയിട്ട് അടിപ്പാത ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിലോട്ട് എത്താനായിട്ട് കഴിയും. അതുപോലെ തന്നെ SM സ്ട്രീറ്റിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നേരെ പോവുകയാണ്. നമ്മൾ കാണിക്കാത്ത കുറച്ച് കാഴ്ചകൾ ഈ ഇതിലുണ്ട്. നമ്മുടെ കോഴിക്കോടങ്ങാടിയിൽ കാണിക്കാത്ത ഒരു സ്ഥലമാണ് പാളയം മാർക്കറ്റാണിത്. പാളയം മാർക്കറ്റിൽ നിന്ന് പോണ കാഴ്ചകളാണിത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് അളകാപുരി, അതേപോലെ തന്നെ ആലുക്കാസ് ജ്വല്ലറി, അങ്ങനെ ഒരുപാട് കല്യാൺ കേന്ദ്ര, അതൊക്കെ ഈ പാളയത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. ആലുക്കാസ് ജ്വല്ലറി പാളയത്തല്ല, കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ ചിന്താവളത്ത്. ഇവിടങ്ങളിലൊക്കെയാണ് നമ്മുടെ മൈസൂർ, ബാംഗ്ലൂരൊക്കെ പോകേണ്ട രാത്രി വണ്ടികൾ കിട്ടുന്നത്, ബസ്സുകൾ. അതിൻ്റെ ഒരുപാട് ഓഫീസുകൾ ഈ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്.
കോഴിക്കോട്ടെ ആലുക്കാസ് ജ്വല്ലറിയാണ് ഈ കാണുന്നത്. ഇതാണ് ചെസ്റ്റ് ഹോസ്പിറ്റൽ. ഇത് നമ്മുടെ കോർണേഷൻ തിയേറ്ററിൻ്റെ ഒക്കെ ആ ഭാഗത്താണ് വരുന്നത്. നമ്മളങ്ങനെ പാളയത്ത് നിന്ന് ഒയാസിസ് മാർക്കറ്റൊക്കെ ഷൂട്ട് ചെയ്ത് വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ കോഴിക്കോടങ്ങാടി എന്ന വീഡിയോസിൻ്റെ പുതിയ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടത്. ഒയാസിസ് മാർക്കറ്റിൻ്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കോഴിക്കോടങ്ങാടി എന്ന സീരീസിൽ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കണ്ടോളൂ. ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. കോഴിക്കോട് വരുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസും വിശേഷങ്ങളുമാണ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ പങ്കുവച്ചത് നമ്മുടെ കോഴിക്കോടങ്ങാടിയിലെ ഒയാസിസ് മാർക്കറ്റിനെ കുറിച്ചാണ്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് ഒരുപാട് സാധനങ്ങൾ നല്ല വിലക്കുറവിൽ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഒയാസിസ് മാർക്കറ്റ്. ഇത് പാളയത്താണ് സ്ഥിതി ചെയ്യുന്നത്. പാളയത്ത് SM സ്ട്രീറ്റിനോടൊക്കെ ചേർന്നാണ് ഈ ഒയാസിസ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവിധ സാധനങ്ങളും അവിടെ നമുക്ക് ഹോൾസെയിലായിട്ടും കിട്ടും, റീറ്റെയിലായിട്ടും കിട്ടും. ഞാൻ കുറച്ച് നോട്ട് ബുക്സും അത് പൊതിയാനുള്ള പേപ്പറും പേനയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം ഇവിടെ വന്ന് മോളെ കൊടുത്തോണ്ട് മോളതൊക്കെ പൊട്ടിച്ച് ബാക്കി പീസാക്കി പൊതിയുകയും ബുക്ക് നോട്ട് ബുക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ 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 റോയ്. നമ്മുടെ പുതിയ കാഴ്ചകൾ തുടരും.